UDF പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. തത്സമയം ഏറ്റവും ആധുനികമായ പൊതു ഗതാഗത സംവിധാനം ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള അത് ഈ 6 നഗരങ്ങളെ ഏറ്റവും മോഡലാക്കി എടുത്തുകൊണ്ടുള്ള പൊതുഗതാഗത സംവിധാനം. അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകൾ ഗുണനിലവാരമുള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗ്രാമീണ റോഡ് പദ്ധതി പ്രത്യേകമായിട്ട് നടപ്പിലാക്കും. അതുപോലെ എല്ലാവർക്കും വീട് ലഭ്യമാകുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ലോക്കൽ ബോഡിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എല്ലാവർക്കും വീട് ഉറപ്പുവരുത്താനുള്ള ഭവന നിർമ്മാണ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതികൾ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള തൊഴിലുറപ്പ് പദ്ധതികൾ കുറെ കൂടി കാര്യക്ഷമമാക്കും. അതുപോലെ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളെ കൂടുതലായിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലമാക്കുന്നതിനുള്ള പദ്ധതി, വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേകമായ പദ്ധതികൾ രൂപപ്പെടുത്തും. നമുക്കറിയാം, ഇന്ന് മയക്കുമരുന്നിൻ്റെ തടവറയിലാണ് കേരളം. അവിടെ നിന്ന് ഈ കേരളത്തെ യുവത്വത്തെ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതികൾ, അതിന് കായിക വികസനവും യുവജനക്ഷേമത്തിനുള്ള പ്രത്യേക പദ്ധതികളുമാണ് നമ്മൾ രൂപപ്പെടുത്തുന്നത്. ഹരിത കർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കും. ടൂറിസത്തിൽ ലോക്കൽ ബോഡികൾക്ക് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവും, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാത് പ്രദേശങ്ങളിലുള്ള ആ ടൂറിസം പദ്ധതികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹായങ്ങളും ലോക്കൽ ബോഡികൾക്ക് ചെയ്തു കൊടുക്കും. തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള പ്രത്യേകമായ കർമ്മ പരിപാടി, തെരുവുകൾ തോറും ഹെൽപ്പ് ലൈൻ നമ്പറുകൾ കൂടി വെച്ചുകൊണ്ട് ആ തെരുവ് വിളക്ക് സംവിധാനം ഏറ്റവും മെച്ചപ്പെടുത്തും. പിന്നെയുള്ളൊരു നല്ല പദ്ധതി, വിദേശ രാജ്യങ്ങളിലെ ആധുനികമായ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെയുള്ള ആധുനികമായ മാർക്കറ്റുകൾ, എല്ലാ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും മാർക്കറ്റുകൾ മുഴുവൻ ആധുനികവൽക്കരിക്കും. ഏറ്റവും വൃത്തിയുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങളുള്ള മാർക്കറ്റുകൾ തുടങ്ങും. അതുപോലെ തന്നെ ശ്മശാനങ്ങൾ, പല ഗ്രാമങ്ങളിലും ശ്മശാനങ്ങളില്ലാത്തതിന്റെ UDF പ്രകടന പത്രിക പുറത്തിറക്കി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. ആശ്രയ 2.0 മുൻ UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്. അതിന്റെ 2ാം ഘട്ടം പുനരാരംഭിക്കുമെന്ന് പറയുന്നു. എല്ലാവർക്കും കുടിവെള്ളം മുടക്കമില്ലാതെ ഗുണനിലവാരമുള്ള കുടിവെള്ളം ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ഒപ്പം തന്നെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ കാര്യക്ഷമമാക്കും. സീറോ വേസ്റ്റ് പദ്ധതി, തെരുവുനായ ശല്യത്തിന് പരിഹാരം, തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കും. സാംസ്കാരിക കേന്ദ്രങ്ങളെ വിപുലപ്പെടുത്തും. ഹരിതകർമ്മസേന പ്രവർത്തനം കാര്യക്ഷമമാക്കും. അങ്ങനെ ഒട്ടേറെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്നത് മാത്രമാണ് പ്രകടന പത്രികയിലുള്ളത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. തെരുവുനായ ശല്യത്തിന് ഉൾപ്പെടെ പരിഹാരം, വീട്, റോഡ്, അത്തരം കാര്യങ്ങളിലൊക്കെ മുൻഗണന നൽകുന്ന പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.